പാചകവാതക ലഭ്യത കുറഞ്ഞതോടെ മത്സ്യബന്ധന മേഖലയിലും കടുത്ത പ്രതിസന്ധി. ആവശ്യത്തിന് സിലിണ്ടറുകൾ കിട്ടാതായതോടെ ബോട്ടുകൾക്ക് കടലിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രശ്നത്തിൽ ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ മത്സ്യബന്ധനം നിർത്തിവെക്കേണ്ട സാഹചര്യമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ നിന്നും ആകാശ് തടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. യുദ്ധം ഗൾഫ് മേഖലയെ ബാധിച്ചപ്പോൾ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ രാജ്യത്തും ഉണ്ടാവുകയാണ്. പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞത് പല മേഖലയിലെ പ്രവർത്തനങ്ങൾ താളം തെറ്റിച്ചുണ്ട്. മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. 10-15 ദിവസം കടലിൽ നിൽക്കുന്നവർക്ക് ഭക്ഷണമുണ്ടാക്കുന്നതിനായിട്ടുള്ള സിലിണ്ടറുകൾ ഇപ്പോൾ ലഭ്യമാവാത്തതാണ് ഇവരെ പ്രതിസന്ധിയിലാക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ? ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിഷിംഗ് ബോട്ടൊക്കെ 10 ദിവസം 15 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. ഈ വാണിജ്യ സിലിണ്ടർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 2 സിലിണ്ടർ 10 ദിവസത്തേക്ക് ബോട്ടിലേക്ക് വേണം. ഇപ്പോൾ അതിപ്പോൾ ഇപ്പം കുറച്ച് ബോട്ട് കയറിയിട്ടില്ല, അവർക്കൊന്നും സാധനം കിട്ടിയിട്ടില്ല. അതിപ്പോൾ അവർ ബ്ലാക്കിനാണ് വാങ്ങുന്നത്, വലിയ പൈസ കൊടുത്തിട്ട്. കാരണം 5,000, 5,000, 6,000 രൂപ ഒരു പറയുന്ന വിലക്കാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന ബോട്ടുകൾ തിരിച്ച് കടലിൽ നിന്ന് തിരിച്ചു വരുന്ന ബോട്ടുകൾക്ക് പ്രശ്നങ്ങളാവും. ബോട്ട് കെട്ടിക്കിടക്കേണ്ട രൂപത്തിലാവും. മത്സ്യത്തൊഴിലാളികൾ ആകെ വിഷമത്തിലാണുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആകെ മത്സ്യത്തൊഴിലാളികൾക്ക് ആകെ പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ കോവിഡ് വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളികളും ബോട്ട് ഉടമകളും വളരെ വിഷമത്തിലാണ്. ഇപ്പം നമ്മൾ ഈ ബാങ്കിൽ തന്നെ ഈ തീരദേശത്തുള്ള എല്ലാ വീട്ടിൻ്റെ ആധാരങ്ങളും ബാങ്കിൽ ഇപ്പോഴും കിടക്കാനാണ്. ഈ ബാങ്കിൻ്റെ ഒരു സംഘടന ഉണ്ടല്ലോ, അവർ പറഞ്ഞതാണ് തീരദേശത്ത്. അപ്പോൾ ഇപ്പം കുറച്ചെന്തെങ്കിലും പണി കിട്ടിയും കൊണ്ട് നിൽക്കുന്ന ഒരു ടൈമിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ, ബോട്ട് ഉടമകളും അനുബന്ധ മത്സ്യത്തൊഴിലാളികളും വളരെ വിഷമത്തിലാണുള്ളത്. ഈ തുടർന്ന് പോയി കഴിഞ്ഞാൽ ബോട്ടുകളെല്ലാം കെട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് വരും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വലിയ നഷ്ടമല്ലേ നിങ്ങൾക്ക് ഉണ്ടാകും? വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി കോഴിക്കോട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫുഡിൻ്റെ ഹോട്ടൽസിൻ്റെ ഹബ്ബാണ്. ഈ ഹോട്ടൽസ് ഇപ്പോൾ പാരഗൺ ഇങ്ങനത്തെ ഒരുപാട് വലിയ വലിയ ആളുകൾ, അതുമാതിരി ലുലുമാളൊക്കെ ഇവിടെ നിന്നാണ് ഈ പർച്ചേസ് ചെയ്യുന്നത് ഫിഷസ്. ഇപ്പം ഇതിൻ്റെ ഈ ഹോട്ടൽസ് അടച്ചു പൂട്ടുന്നതുകൊണ്ട് ഇന്നൊക്കെ മീൻ വളരെ ഡിമ്മായിരുന്നു വില. ഏകദേശം കിലോനൊക്കെ ഈ 350-400 രൂപയും കൊടുത്തിരിക്കുന്ന സാധനങ്ങൾക്ക് 200-200 രൂപക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അത് ഇങ്ങനത്തെ വലിയ വലിയ ഹോട്ടൽസ് ഒന്നും ഇപ്പോൾ വന്നിട്ട് വാങ്ങുന്നില്ല. ഒരുപാട് ഹോട്ടൽസ് പൂട്ടിയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ അഭാവം ഇപ്പോൾ കുറഞ്ഞത് ബ്ലാക്കിന് ഇപ്പോൾ കിട്ടുന്നതെന്നുള്ളതാണ് വിവരം കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ബോട്ട് ഇപ്പോൾ കടലിൽ നിന്ന് വരാനുണ്ട്. 2 ആഴ്ചയും 20 ദിവസം കഴിഞ്ഞുള്ള ബോട്ടുകൾ വരാനുണ്ട്. ഇതും കൂടി വന്ന് കഴിയുമ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ബോട്ട് പ്രസ്ഥാനങ്ങളാണ് ഇവിടെയുള്ള ആളുകൾക്ക്. ബേപ്പൂർ തന്നെ കോസ്റ്റൽ ഏരിയ ആണല്ലോ. അപ്പം ഇതൊക്കെ നിർത്തിയിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും എന്നുള്ളതൊക്കെ കണ്ടറിഞ്ഞ് കാണണം. വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകും സിറ്റുവേഷൻ. അതുതന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലാണ്. ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ മത്സ്യമേഖല തന്നെ സ്തംഭിക്കും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അരുൺ പുതുപാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.